ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ ഒരു അടിപൊളി അഡാർ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി വെക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഈ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഈ ഒരു റെസിപ്പി എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. 1 കിലോ അരി കൊണ്ടാണ് ഇന്ന് ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 1 കിലോ ബിരിയാണി അരി ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. ബിരിയാണി നന്നാവണമെന്നുണ്ടെങ്കിൽ അരിയും നന്നാവണം കേട്ടോ. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അരി എനിക്ക് ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അരി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. നന്നായി കഴുകിയിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കും. അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റൈസൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ അരിയൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കുറച്ച് നേരം വെക്കട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ 1 കിലോ ബിരിയാണിക്ക് 1/2 കിലോ വലിയ ഉള്ളിയാണ് ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ അത് ആദ്യം അരിഞ്ഞ് വെക്കുകയാണ്. ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകണം. അതുപോലെ അതിൻ്റെ നടുഭാഗത്തുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതും എടുത്തു മാറ്റണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ നന്നായിട്ട് കഴുകുകയാണ് കേട്ടോ. ഇതിലിപ്പോൾ നമുക്ക് ബിരിയാണിക്ക് സൈഡായിട്ടുള്ള ഉള്ളിയും കൂടെ ഞാൻ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൽ ഒരു ഉള്ളി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അത് നന്നായിട്ട് തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ, എന്തെങ്കിലും ഉള്ളത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുള്ളൂ. ഈ ഒരു ഇതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട ഉള്ളി എടുത്തിട്ട് ബാക്കി ഞാൻ തൈര് സുർക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 200 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് രണ്ടും കൂടി 100 ഗ്രാമൊക്കെ മതി. അത് 80 ഗ്രാം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കൂടുതൽ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, അത് ഇട്ട് അതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ അതൊന്ന് കോരി മാറ്റണം. അതിൽ കൂടുതലായിട്ട് ഫ്രൈ ആവാൻ പാടില്ല കേട്ടോ. ഈ ഒരു കളറിൽ നമുക്കത് കോരി മാറ്റണം. എന്നിട്ട് ആ ഒരു എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള ഉള്ളി ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ടുകൊണ്ട് വെക്കണം കേട്ടോ. ഫുൾ ഫ്ലെയിമിലായാൽ കരിഞ്ഞു പോകും. അപ്പോൾ ആ സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം. മല്ലിച്ചപ്പ് പുതിന ഞാൻ 20 രൂപക്കാണ് കേട്ടോ മല്ലിച്ചപ്പ് പുതിന മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി മതിയാവും. പിന്നെ 1/4 കിലോ തക്കാളിയാണ്. പിന്നെ അതുപോലെ 2 വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. അപ്പോൾ അതെല്ലാം ഒന്ന് തൊലി കളഞ്ഞ് പേസ്റ്റാക്കി വെക്കണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ തക്കാളി അരിഞ്ഞ് വെക്കുകയും വേണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഞാൻ വെളുത്തുള്ളി തൊലിയൊന്നും കളയാറില്ല കേട്ടോ. വെളുത്തുള്ളിൻ്റെ പുറം ഭാഗത്ത് കാണുന്ന ആ ഒരു തൊലിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടിട്ട് അങ്ങനെ കഴുകിയതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് അരക്കട്ടോ ചെയ്യുക. പേസ്റ്റാക്കി ഇറക്കുമ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് അരഞ്ഞു കൂടും. പിന്നെ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും കേട്ടോ. ഇഞ്ചി ഞാൻ തൊലിയൊക്കെ കളയാറുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 8 പച്ചമുളകൊക്കെ മതിയാവും കേട്ടോ. എരി കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു പച്ചമുളക് കുറക്കാം, കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇനി അതിലും കൂടുതൽ കൂട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പാകത്തിനുള്ളൊരു എരിവാണ് 8 പച്ചമുളക് കൂട്ടുമ്പോൾ. ചില പച്ചമുളക് ചില സമയത്ത് നല്ല എരിവുള്ളത് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ആ സമയമായപ്പോഴേക്കും വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ഈ സമയം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള പാത്രത്തിൽ വെള്ളം വെക്കാം.
അതിലേക്ക് സൺഫ്ലവർ ഓയിൽ, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഒരു ചെറുനാരങ്ങയുടെ നീര്, പാകത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ലീഫ് ഉണ്ടല്ലോ, ഇത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. എന്നിട്ട് മൂടി വെക്കുക. അപ്പോൾ ആ ഒരു ലീഫിൻ്റെ പേര് എനിക്കറിയില്ല, അതൊന്നും അറിയാവുന്നവർ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ പാകത്തിന് ഉപ്പ് ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മസാല എന്ന് പറയുന്നത് ഗരം മസാല മാത്രമേ ചേർത്ത് കൊടുക്കുള്ളൂ, ബാക്കി വേറെ മസാലകളൊന്നും ആഡ് ചെയ്യൂല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് പിന്നെ അതിലേക്ക് ചിക്കൻ കഴുകി വെച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു കിലോ ചിക്കനാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൂടുതൽ മസാല വേണമെന്നുള്ളവർക്ക് കൂടുതൽ 1.5 കിലോനൊക്കെ ആവാം കേട്ടോ. അപ്പോൾ 1-2 ഉള്ളിയൊക്കെ കൂടുതൽ എടുത്താൽ മതിയാവും. അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് തൈര്, പിന്നെ മല്ലിയില ഞാൻ പകുതി മല്ലിയില ഇപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അത് മൂടി വെക്കുക. അപ്പോൾ മസാല ഇവിടെ റെഡി ആകുമ്പോഴേക്കും നമുക്ക് അരി ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. 1/2 മണിക്കൂർ സമയമൊക്കെ അരി വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയാവും കേട്ടോ. അതിനുശേഷം അത് ഊറ്റി വെക്കണം. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് ഒരു പിടി മുന്നിട്ട് നിൽക്കണം കേട്ടോ. അരിയിൽ എന്തെങ്കിലും വെള്ളത്തിൽ അരിയിലേറെ ഒരു പിടി മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഈ സമയത്ത് ഇവിടെ ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, പുതിന എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മൂടി വെക്കണം കേട്ടോ. മല്ലിച്ചപ്പും പുതിനയും തവണകളായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാണ്ട് ചെയ്യുക, ഒന്നിച്ചിട്ട് കൊടുക്കൂല. ആദ്യം കുറച്ചിട്ട് കൊടുക്കും, പിന്നെ ദമ്മിടുന്ന സമയത്ത് കുറച്ചിട്ട് കൊടുക്കും. അപ്പോൾ ചിക്കൻ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ റൈസ് വെന്തതിട്ട് കൊടുക്കാൻ കേട്ടോ. റൈസ് അതുപോലെ 1/4 വേവായാൽ മതിയാവും കേട്ടോ. നമ്മൾ അരി വെന്തോന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ കടിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ അരി വേവണം. അപ്പോൾ ചിലപ്പോൾ ഉള്ളിലരി വേവാത്ത സമയത്താണ് നമ്മൾ കടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. ആ സമയത്ത് ഊറ്റരുത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരിവ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2-3 കോരിയൊക്കെ അതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ലെയറാക്കി ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ്, പുതിന, അതുപോലെ ഗരം മസാല, കുറച്ച് ഗരം മസാല, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പൊരിച്ച ഉള്ളി ഇതൊക്കെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് വീണ്ടും അതിന് മുകളിലായിട്ട് വീണ്ടും ചോറിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ദമ്മിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് മൂടി വെക്കുക. അതിൽ കനലൊന്നുമില്ല, നമ്മൾ സ്റ്റൗ ടോപ്പിലാണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് കനലൊന്നും വെക്കുന്നില്ല. ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി അടി കാനുള്ള എന്തെങ്കിലും ചട്ടി എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ നമുക്ക് വെക്കാതെ ദമ്മിടും കേട്ടോ. എന്നാൽ പിന്നെ അടി കരിയുന്ന പേടിയൊന്നുമില്ല. എന്നിട്ടൊരു 10 മിനിറ്റ് സമയം മൂടി വെച്ചതിന് ശേഷം തുറന്നിട്ട് അതിലേക്ക് ഒരു 100-150 ഗ്രാമൊക്കെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ബിരിയാണി വിളമ്പുന്ന സമയത്ത് ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. ആദ്യം അതിൻ്റെ മുകളിലുള്ള ചോറൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം മസാല അടിയിൽ നിന്ന് കോരിങ്ങാണ്ട് നമ്മൾ ഈ ഒരു ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ വിളമ്പുന്നത് അതിൻ്റെ മുകളിലേക്കായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമ്മൾ ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരുപാട് പേര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അതിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലൂടെ അറിയിക്കണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.